വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഫുൾ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം എത്രയും എളുപ്പത്തിൽ നമുക്ക് പൊതുവേ ചില കുട്ടികൾക്ക് മാത്സ് എന്ന് കേൾക്കുന്നതേ അങ്ങ് പേടിയാണ് അല്ലേ. മാത്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല അപ്പോൾ അതിനുള്ള എൻ്റെ ക്ലാസ് കാണുന്നവർക്കറിയാം ഏത് രീതിയിൽ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവും ആ രീതിയിൽ തന്നെയാണ്. ചിലപ്പോൾ സ്കൂളിൽ ഈ രീതി ഒന്നും ആയിരിക്കത്തില്ല പഠിപ്പിക്കുന്നത് കേട്ടോ. ഏറ്റവും എളുപ്പം, കാരണം നിങ്ങൾക്ക് പേടി കൂടാതെ ഒരു കണക്ക് എങ്ങനെ ചെയ്യാമെന്നാവും നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നവർക്കറിയാം. ക്ലാസ് 5, 6, 7, 8 എൻ്റെ മാത്സ് ആയാലും സയൻസ് ആയാലും സോഷ്യലായാലും എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങളുടെ അനിയത്തിയോ അനിയനോ അല്ലെ അപ്പുറത്തോ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. എൻ്റെ കൂടെ കാണുമല്ലോ ഈ വർഷവും കേട്ടോ. നമുക്ക് എളുപ്പ വഴിയിൽ എങ്ങനെ കണക്ക് ചെയ്യാം എന്ന് വെച്ചാൽ പേടി കൂടാതെ എങ്ങനെ കണക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻ ആയിരുന്നു അല്ലേ. അത് നമ്മൾ നല്ലപോലെ പഠിച്ചായിരുന്നല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ അതിനകത്തിൽ അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു പാർട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു നിങ്ങളെ പാർട്ട് 2 ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 2 ഇട്ടത്. ഞാൻ നിങ്ങൾക്കുള്ള സോഷ്യലിൻ്റെ ഒക്കെ നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിസിക്സിൻ്റെ ഇട്ടിട്ടുണ്ട്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, ജിയോഗ്രഫി കേട്ടോ. സോഷ്യലിൻ്റെ ഫസ്റ്റ് 2 ടെസ്റ്റാണ്, രണ്ടിൻ്റെയും ഓരോ പാഠത്തിൻ്റെ ഇട്ടിട്ടുണ്ട്. ഹിന്ദിയുടെ ഒരു പാഠമൊക്കെ ഞാൻ എളുപ്പ വഴിയിൽ ആ കഥ ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ചാനലിൽ നോക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഏതാണോ പാടുള്ള വിഷയം അതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കയറി കാണണേ. അപ്പോൾ ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ ബേസ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടിട്ട് വേണം ഇത് കാണാൻ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. എളുപ്പ വഴിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ബേസ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ ഒരു കുട്ടി ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് ടീച്ചർ കിട്ടുന്നത്, ഈ എടുത്തേക്കുന്നതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഇതിനൊരു എളുപ്പ വഴി വെച്ച് ഇനി നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് ആ ടീച്ചർ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നമുക്ക് ആൻസർ കിട്ടിയാൽ മതി അല്ലേ. നമുക്ക് എങ്ങനെയാലും ആൻസർ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത് പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഞാൻ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. പൈതഗോറസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനാണ്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതായത് ഒരു മട്ട ത്രികോണമാണ് അല്ലേ. ഇത് അതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ പാദമാണ്. ഈ ചരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കർണമാണ്. അതിൻ്റെ നേരെ ഇരിക്കുന്നത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, ലംബമാണെന്നും ഒക്കെ പഠിച്ചു. അപ്പോൾ ഇതിനകത്തിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ എച്ച് കാണണമെന്നുണ്ടെങ്കിൽ കേട്ടോ, എച്ച് എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് കർണം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാദത്തിൽ നിന്നും, അതായത് ബേസിൻ്റെ സ്ക്വയറ് മൈനസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ വെച്ച് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. എച്ച് സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഇനി അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡാണ് കാണണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ. ഈ ആൾട്ടിറ്റ്യൂഡ് കാണണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ഹൈപ്പോട്ടന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ കൂട്ടണം കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ, തെറ്റല്ലേ. ഹൈപ്പോട്ടന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബേസും ആൾട്ടിറ്റ്യൂഡും കൂടെ കൂട്ടണം. ഇനി അതല്ല ആൾട്ടിറ്റ്യൂഡാണ് കാണണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം കേട്ടോ. മൈനസാണ് ഏതാ, ബേസ് അല്ലേ, ബേസ്. ഇനി ബേസ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ആൾട്ടിറ്റ്യൂഡ് കുറയ്ക്കണം. അതായത് ഈ ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി മാത്രം, അതായത് കർണം കാണണമെങ്കിൽ മാത്രം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അല്ലാതെ ഇതിലേതെങ്കിലും ഒന്നാം നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസിൽ നിന്നും അതങ്ങ് കുറച്ച് കാണിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ ഇതിൽ പഠിച്ചതാണ് അല്ലേ. ഒന്നാമത്തെ പാർട്ടി പഠിച്ചത്. ഇനി എത്രയും സമയം കളയണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ എന്തോന്ന് പറഞ്ഞില്ല. ഇപ്പം നമ്മൾ പറയാം 5ൻ്റെ സ്ക്വയർ അല്ലേ, 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 5 2 വട്ടം ഉണ്ടെന്നല്ലേ നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, 5 2 വട്ടം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. 5 2 വട്ടം ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, 5 × 5 എന്ന് വെച്ചാൽ എന്താ, 25 ആണ് അല്ലേ. 5 × 5 എന്ന് വെച്ചാൽ 25 ആണ്. അപ്പം നമ്മളോട് ഇപ്പോൾ √25 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, √25 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 5 ആണ് കേട്ടോ. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഇത് വെച്ച് നമ്മൾ സ്ക്വയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം കഴിഞ്ഞ 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ സ്ക്വയറാണ്. നമ്മളത് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. ഇപ്പം ഒരു എക്സാമ്പിളിൻ്റെ പറയാൻ നോക്കി, 6ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 6 2 വട്ടം ഉണ്ടെന്നാണ്. അതായത് 6 × 6 ആണ്. ഈ 6 × 6 6 × 6 36 ആണ്.
അങ്ങനെയാണെങ്കിൽ √36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 6 എന്നാണ്. അതിൻ്റെ ആൻസർ 6 എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാലും ഞാനൊന്ന് ഓർക്കാൻ വേണ്ടി നമ്മളെപ്പോഴും എന്താ താഴെയിൽ നിന്ന് മേപ്പോട്ട് കയറി വരാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് എന്തൊക്കെയാണെന്നുള്ള കൺഫ്യൂഷൻ വരും കേട്ടോ. പൈതഗോറസ് തിയറം ഒക്കെ നമ്മൾ ഒന്നാമത്തെ പാർട്ടി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം നമുക്കിപ്പോൾ പേജ് നമ്പർ 20 ഒരു 3 കണക്ക് അവരെ ഓൾറെഡി ചെയ്തിട്ടേക്കാം. പക്ഷേ ഇത് എങ്ങനെയാ കിട്ടുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അതായത് എൻ്റെ ടെസ്റ്റ് 1/2 ഇപ്പം നമ്മൾ പറഞ്ഞു 5ന്റെ സ്ക്വയർ. ഇപ്പം ഞാൻ പറയാം 8ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 8 2 വട്ടം ഉണ്ടെന്നാണ് അല്ലേ? 8 × 8 64 എന്നാണ് ആണല്ലോ നിങ്ങളെ. അതുപോലെ തന്നെ 10ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 2 വട്ടം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. 10 × 10 എത്ര? 10 10 100 അല്ലേ? ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നോക്കിയോ നിങ്ങളെ, ഇവിടെ 1/2 അല്ലേ? 1/2 അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എളുപ്പവഴി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എളുപ്പം എങ്ങനെ ചെയ്യാം ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. ഇതൊക്കെ 1-2 മാർക്കിന് നമ്മളോട് ചോദിക്കുന്നതാണ്. നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കണേ, മറക്കല്ലേ. 1/2 അല്ലെ 1.5യുടെ സ്ക്വയർ നമ്മൾ പഠിച്ച രീതി വെച്ച് നമുക്ക് എങ്ങനെ പറയാം? 1.5 അതായത് 1.5 അല്ലേ? 2 വട്ടം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? 1.5 എന്ന് വെച്ചാൽ ഇത് 2 വട്ടം ഉണ്ടെന്നാ ഇല്ലയോ? 1.5 2 വട്ടം ഉണ്ടെന്നാണ് നമുക്കറിയാം. നമ്മൾ ആ പറഞ്ഞ രീതി വെച്ച് ഇപ്പോൾ 6ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 6 × 6. അപ്പോൾ 1.5 എന്ന് വെച്ചാൽ 1.5 × 1.5 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നോക്കിയേ 3/4 1/4 1/4 1/6 ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇതൊക്കെ എവിടെ ഇറങ്ങി വരുന്നത് എവിടെയൊക്കെ കൊണ്ടുവെക്കുമോ എന്നുള്ള ഡൗട്ട് വരും. അപ്പോഴേ ഇത് നമുക്കൊരു ഐഡൻറ്റിറ്റി ആയിട്ട് അങ്ങ് ചെയ്യാം. ഐഡൻറ്റിറ്റി എന്നൊക്കെ വെച്ചത് എന്തോ അല്ലയോ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് A+B ഓർമ്മയുണ്ടോ? A+B ദ ഹോൾ സ്ക്വയർ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? A+B ദ ഹോൾ സ്ക്വയർ എന്താണ്? ഇതൊന്ന് പഠിച്ചു വെച്ചാൽ അത് എളുപ്പമാണ്. A² പ്ലസ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? 2AB + B². എളുപ്പ വഴിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ ചോദിക്കും, ഇതാണോ എളുപ്പ വഴിയെന്ന്? പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനൊരു കണക്ക് എപ്പോൾ തന്നാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ബോക്സ് ഇട്ട് എഴുതണം. നമുക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ തെറ്റത്തില്ല, നമുക്ക് കറക്റ്റായ ആൻസർ കിട്ടും. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? 1.5 കൂടെ കൂട്ടുമ്പോൾ 3 ആണോ അല്ലേ? 3 ആണോ നിങ്ങളെ? അത് കൂട്ടാനാണോ ചോദിച്ചത്? 1.5 3 അല്ല, ഇതിൻ്റെ സ്ക്വയറാണ്. അതായത് 1.5 2 വട്ടം വരുമെന്നാ. കറക്റ്റ് എത്ര? 2 1/4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കേ, ഇത് വരുന്നുണ്ടോ? 2 1/4 വരുന്നുണ്ടോ? അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് വേണേൽ ചെയ്യാം. 1 1 2 ആണ്. 1/2 1/2 കൂടെ ചെയ്യുമ്പം 1/4 വരും. അപ്പോൾ 2 1/4 വരുമെന്നൊക്കെ പറയാം. പക്ഷേ 1/3 എന്നോ 2/4 എന്നോ 6/8 എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിയോ നിങ്ങളെ, A+B ദ ഹോൾ സ്ക്വയർ, A² + 2AB + B² എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ? ഈ A എന്ന് പറയും, ഇപ്പോൾ 1.5 എന്ന് വെച്ചാൽ 1 + 1/2 കേട്ടോ. 1 + 1/2 ദ ഹോൾ സ്ക്വയർ കേട്ടോ. ഈ 1 എന്ന് പറയുന്നത് എന്താ? A. 1/2 എന്ന് വെച്ചാൽ എന്താ? B. അപ്പോൾ A+B കണ്ടോ? മനസ്സിലായോ? 1.5 എന്നല്ലേ? അപ്പോൾ 1.5. അപ്പോൾ 1 1/2 അല്ലേ? 1 1/2. അപ്പോൾ 1 എന്ന് പറയുന്നതിനെ A ആയിട്ടും B എന്ന് പറയുന്നതിനെ 1/2 ആയിട്ടും നമ്മൾ എടുത്തു അതിൻ്റെ സ്ക്വയർ. മനസ്സിലാക്കണേ. അപ്പം A എന്ന് വെച്ചാൽ എന്താ? 1. അപ്പം നമ്മൾ എഴുതും 1ന്റെ സ്ക്വയർ പ്ലസ് 2നെ അതുപോലെ അങ്ങ് എഴുതുക 2AB എന്ന് വെച്ചാൽ 2 × AB ആണ് കേട്ടോ. 2AB എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2 × A × B എന്നാണ്. പഠിച്ച് തന്നെ പോണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കേട്ടോ. ഇതൊരു എളുപ്പ വഴിയാണ്. ഇതിപ്പോൾ ഒരുപാടായിട്ട് തോന്നുന്നത് നിങ്ങൾ 3-4 എണ്ണം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇത് വരും. ഇപ്പോൾ 2.5 എന്ന് വെച്ചാൽ 2 + 1/2 2 + B ദ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ പഠിക്കണം. A² എന്ന് വെച്ചാൽ A എന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതി 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് 2AB എന്ന് വെച്ചാൽ 2 × A × B ആണ് കേട്ടോ. അപ്പോൾ 2 × A എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. B എന്ന് വെച്ചാൽ 1/2 ആണ്, മറക്കല്ലേ, 1/2 ആണ്. പ്ലസ് B². B എന്താ? 1/2. അപ്പോൾ 1/2ന്റെ സ്ക്വയർ. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് സംശയമുണ്ടോ? ഈ രീതി പഠിക്കാമെങ്കിൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, 1ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നിങ്ങളെ? 1 തന്നെയാണ്. 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 × 1 1 തന്നെ. പ്ലസ് കേട്ടോ. ഇനി 2 × 1 എന്താ? 2
അല്ലേ 2 ഇൻറ്റു 1 2 ഇൻറ്റു 1/2 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 1/2 രണ്ട് വട്ടം ഉണ്ടെന്നല്ലേ 1/2 ഇൻറ്റു 1/2 അല്ലേ 1/2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/2 ഇതിപ്പോൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും എക്സ്പാൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ 1 അപ്പോൾ സംശയമില്ല ഇതിനകത്തിൽ. ഇനി നോക്കിയേ ഈസിക്കൽ ടു 1 അതുപോലെ എഴുതി പ്ലസ് നോക്കിയേ ഇവിടെ മേളിലും താഴെയും ഒരേ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ വെട്ടിച്ച് ചെയ്യാം. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ. മുകളിലും താഴെയും, അതായത് നമുക്ക് ഈ രണ്ട് കാരണം ഒരുപോലെ വന്നുകൊണ്ട് അതിനെ വെട്ടിക്കളയാം. അപ്പോൾ പിന്നെ അവിടെ ആരേ ഉള്ളൂ 1, ഈ 1 ഉള്ളൂ, പിന്നെ അവിടെ 1. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ 2 ഇൻറ്റു 1 എന്താ 2. അപ്പോൾ 2/2 എന്ന് വെച്ചാലും എന്താ 2ൽ 2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോ അതൊക്കെ അറിയാവോ? ഇപ്പോൾ 2ൽ 2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ച് അറിയാമല്ലോ. ഇപ്പോൾ 4ൽ 4 എനിക്ക് 4ൽ 4 ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കേട്ടോ, ഒരു ഫുള്ളുണ്ടെന്നാണ് എനിക്ക് കേട്ടോ. ഇപ്പോൾ 10ൽ 10 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ 1, അതറിയാമേ. അപ്പം 2 ഇൻറ്റു 1 2 ആണ്, 2/2 എന്ന് വെച്ചാലും 1 എന്ന് വരും. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മേളിൽ കിടക്കുന്നത് 2 താഴെ കിടക്കുന്ന 2 വെട്ടിക്കളഞ്ഞിട്ടാവും. അപ്പോൾ ബാക്കി 1 എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വെച്ചാൽ അതെ. പ്ലസ് നോക്കിയേ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട. 1 ഇൻറ്റു 1 എന്താ 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4. കണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഇല്ല. ഇനി നോക്കിയേ 1 + 1 എന്താ 2 2 + 1/4 ഈസിക്കൽ ടു 2 1/4. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇത് തെറ്റത്തില്ല എന്നൊരു ഉറപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യാമെങ്കിലേ ഇത് തെറ്റത്തില്ല. കാരണം നമ്മളിത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. a+b² കണക്ക് നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റിനകത്തിൽ അവർ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളൂ. കണ്ടോ നോക്കിയേ, ഇങ്ങനെ എഴുതിയേക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ ഓക്കെ, രണ്ടാമത്തേതൊക്കെ ഇങ്ങനെ ഈ 2 16 ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്നൊരു ഡൗട്ട് വരും. അപ്പോൾ ആ ഡൗട്ട് നിങ്ങൾ കാരണം കഴിഞ്ഞ വർഷം ജൂണിലും ജൂലൈയിലും ഒക്കെ പഠിച്ചത് ഇപ്പോൾ ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ ഒക്കുന്ന കാര്യമാണോ അല്ലേ? അപ്പം നമ്മൾ ഈ വർഷം നമ്മളത് പുതിയതായിട്ട് ഒന്നുകൂടെ പഠിക്കുകയാണ്. ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിയോ നിങ്ങളെ. ഇതേലെ ഒരെണ്ണവും കൂടെ ഞാൻ തരട്ടെ, അപ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറും. ഇടട്ടെ, എന്നിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യാം. പാടാണല്ലേ. നോക്കിക്കേ ടെസ്റ്റിലെ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയേ, അതുകൊണ്ട് ചെയ്യാം. നോക്കിക്കേ 1/4 ഇതിന് നമ്മൾ ഹോൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. എല്ലാം കേട്ട് പഠിച്ചോണം കേട്ടോ. 1/4 1 കറക്റ്റ് 1/4 എന്ന് വെച്ചാൽ 4 അല്ലേ, 4 എന്നാണ് പറയുന്നത്, 4 ക്വാർട്ടർ അല്ലേ. 1/4 ദ ഹോൾ സ്ക്വയർ കണ്ടോ, ഇതാണ് അടുത്ത. ഓക്കെ, നമുക്കറിയാം എന്താ, അതായത് ഇത് 2 വട്ടം ഉണ്ടെന്നാ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം a+b² അല്ലേ, a+b ദ ഹോൾസ്. നിങ്ങൾ എപ്പോഴും ഇതങ്ങ് എഴുതണം കേട്ടോ. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ a² + 2ab + b². നമ്മുടെ കഴിഞ്ഞ വർഷം ടെസ്റ്റിൽ a² + b² + 2ab എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ടെസ്റ്റിൽ എനിക്ക് a² + b² + 2ab എന്നാണ് കൊടുത്തത് കേട്ടോ. ഇങ്ങനെ a+b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² + 2ab + b². ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാ കുഞ്ഞുങ്ങൾ, a എന്ന് പറയുന്ന ആരാ 1 പ്ലസ് b എന്ന് പറയുന്ന ആരാ 1/4 അല്ലേ, അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ. a എന്ന് വെച്ചാൽ 1, b എന്ന് വെച്ചാൽ എന്താ 1/4ൻ്റെ ഹോൾ സ്ക്വയർ എഴുതാം. a എന്ന് വെച്ചാൽ 1, അപ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് 2നെ അതുപോലെ എഴുതണം 2 ഇൻറ്റു a എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2 ഇൻറ്റു a ഇൻറ്റു b, b എന്ന് വെച്ചാൽ 1/4 പ്ലസ് ബീൻ്റെ സ്ക്വയർ എത്ര b 1/4ൻ്റെ സ്ക്വയർ കണ്ടോ. ഓക്കെ ആണല്ലോ. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു 1/4 പ്ലസ് 1/4ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 1/4 2 വട്ടം ഉണ്ടെന്നല്ലേ. 1/4 ഇൻറ്റു 1/4 അല്ലേ, 2 വട്ടം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്ത 1നെ അതുപോലെ എഴുതി. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ മേളിലും താഴെയും വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടി ചെയ്യാം. നോക്കിയോ നിങ്ങളെ, 1 2 2 2 2 4 നമുക്ക് വെട്ടി ചെയ്യാം കേട്ടോ. അറിയാമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ കുഞ്ഞില്ല. ഇപ്പം 2 ഇൻറ്റു 1/4 എന്നല്ലേ അല്ലേ, അതിനെ നമുക്ക് എന്താ 2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 2
2/4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഇതിനെ ഇത് വെട്ടെടുത്തോ 1/2 എന്ന് ആവും. 1 × 2 2, 2 × 2 4. കണ്ടോ അവിടെയും 1/2 എന്ന് വരും. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്നും ആലോചിക്കണ്ട. 2-നകത്തിലും 4-നകത്തിലും 2ൻ്റെ ടേബിൾ പറ്റും. 1 2 2 2 2 4. അപ്പോൾ നമുക്ക് എങ്ങനെ 1 × 1 ഈ പ്ലസ് ഇടുക. 1 × 1 1 തന്നെ ബൈ ഈ 2 ആണ് ഇത്. പ്ലസ് 1 × 1 1/16 അല്ലേ 16. കണ്ടോ നമ്മുടെ ടെസ്റ്റിലെ ആൻസർ നോക്കണേ, അതുപോലെ തന്നെ ആയിരിക്കും വന്നേ. നോക്കിയേ 1 + 1/2 + 16. ഇനി നോക്കിയോ നിങ്ങളെ, ഇവിടെ 1 ആണ്. ഇവിടെ ഒക്കെ ഡിനോമിനേറ്റർ സെയിം ആണോ? നോക്കിയേ ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല, ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ഒന്നുകിൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ 1 + 1/2 + 1/16 വരെ അറിയത്തുള്ളെങ്കിൽ അവിടെ നിർത്തുക, കുളമാക്കരുത്, അവിടെ നിർത്തുക. ഇനി ഉണ്ട്. അപ്പോൾ എന്താ, ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. എങ്ങനെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കുന്നത്? എളുപ്പമുണ്ട് കുഞ്ഞുങ്ങളെ. വലിയ ഡിനോമിനേറ്റർ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കണം. വലിയ ഡിനോമിനേറ്റർ ആരാ? 16. അപ്പോൾ ഈ 2നെ 16 ആക്കിയാൽ മതി. മനസ്സിലാക്കണേ. ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയേ, ഇവിടെ 2 ആണ്, ഇവിടെ 16 ആണ്. അപ്പോൾ ഈ 16 ആക്കണം നമുക്ക്. നമ്മുടെ ആൻസറിൻ്റെ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഛേദം. താഴെ കിടക്കുന്നത് ഇതിനെ ഛേദം കേട്ടോ. അംശവും ഛേദവും, മുകളിൽ വരുന്നത് അംശം, താഴെ കിടക്കുന്നത് ഛേദം കേട്ടോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലേ. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാവത്തില്ല. ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കണം. അപ്പം നമ്മൾ വലിയ ഡിനോമിനേറ്റർ, അതായത് ഛേദത്തിനെ എടുക്കുക. 16 ആണല്ലോ. അപ്പം ഇതിനെ നമുക്ക് 16 ആക്കിയാൽ മതി. ഈ ചെറുതിനെ അങ്ങ് വലുതാക്കിയാൽ മതി. 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 16 കിട്ടും കുഞ്ഞുങ്ങളെ? നോക്കിയേ, നമുക്ക് അതിനെ ഒന്നുകൂടെ എഴുതാം. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. 1 + ഇത് ഞാൻ ഒന്നുകൂടെ എഴുതിയതാണ് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. 1 + 2നെ എത്ര ചെയ്താൽ 16 വരും? 2ൻ്റെ കൂടെ 8 വെച്ച് ചെയ്താൽ 16 വരും അല്ലേ, അല്ലയോ? അപ്പം നമ്മൾ മേളിലും അത് വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. താഴെ നമ്മൾ ഏതാണോ ഇട്ട് കൊടുത്തത് അത് തന്നെ നമ്മൾ മേളിലും ഇട്ട് കൊടുക്കണം. അവർക്ക് ഇനി അതിൻ്റെ പേര് അടി വേണ്ട, ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. പ്ലസ് 1/16. അപ്പോൾ നോക്കാം. 1 + 1 8 8/2 8 16 + 1/16. കണ്ടോ, മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കിയേ, 1 + ഇത് ഞാൻ ഒരുപാട് സ്റ്റെപ്പ് എഴുതിയതൊന്നും മനസ്സിലാവാൻ വേണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കും ഈ കണക്കിന് ഇത്രയും സ്റ്റെപ്പ് ഉണ്ടാവുന്നത്. കാരണം നിങ്ങൾക്ക് എവിടെയാണ് ആ ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഡിനോമിനേറ്റർ ഒരുപോലെ എന്ന് വെച്ചാൽ ഛേദം ഒരുപോലെ ആവണം കുഞ്ഞുങ്ങളെ. അണ്ടേ, ഛേദം ഒരുപോലെ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്തത് കണ്ടോ. 16 16 ഒരുപോലെ ആയി. അപ്പോൾ ഇനി അവിടെ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് വേണേൽ ചെറുതാക്കാം. എന്താ, ഈ 8ഉം 16ഉം 8ൻ്റെ ടേബിളിൽ വരും അല്ലേ. എത്ര? 1 8 8 2 8 16. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കി. 1/2 + 1/16 ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 8/16 എന്ന് എഴുതിയത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാ. നിങ്ങൾക്ക് അത്ര എഴുതാൻ അറിയതിൽ 1 + 8/16 + 1/16. പക്ഷേ ഈ 8ഉം 16ഉം നമുക്ക് ചെറുതാക്കി, നമുക്ക് ഏതൊരു കണക്കിനെ ഏറ്റവും ചെറുതാക്കി ചെയ്യാമോ അത്രയും ചെറുതാക്കി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ ആണോ? ഞാൻ ഒരു കണക്കും കൂടെ തരാം, എന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ആ ഡൗട്ട് അങ്ങ് തീരും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി നമുക്ക് ആ ഡൗട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട. അടുത്ത ഇതേലെ സെയിം കേട്ടോ, നമ്മുടെ പേജിലെ ടെസ്റ്റിലെ ചോദ്യമാണ് അടുത്തതും. എന്താണെന്നറിയോ? ഇതിൽ തന്നെ അങ്ങ് ചെയ്യാം. 1/1/3 2. ഒരുപാട് അരോചകം തോന്നില്ലേ എനിക്ക് തന്നെ. അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് എന്തുമായിരിക്കും അല്ലേ. നോക്കൂ നിങ്ങളെ, മൂന്നാമത്തെ ടെസ്റ്റിലെ കണക്ക് എങ്ങനെ കിട്ടി എന്ന ഡൗട്ട് നിങ്ങൾക്ക് വരണ്ട. ഇപ്പോൾ ചില സാഹചര്യം കൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ചേട്ടാ ഇത് എവിടുന്ന് കയറി വന്നില്ലേ? അപ്പോൾ 1/1/3 2. കണ്ടോ, ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നമുക്കറിയാം a + b 2. എങ്ങനെ എഴുതാം? a² + 2ab + b². കണ്ടോ, നമുക്കറിയാം. അപ്പോൾ a എന്താണ് ഇവിടെ? 1 + 1/3 2. അല്ലേ. അപ്പം 1 a എന്ന് വെച്ചാൽ എന്താ? 1. അപ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 1 × 1/3 പ്ലസ് ഈ സൈനൊക്കെ ഓർത്തോണേ കേട്ടോ. ഇതൊക്കെ പ്ലസ്സാണ്, ഇതായി പ്ലസ്. ഇൻറ്റു വന്ന ഏതാ? ഇത് 3 എണ്ണമാണ് ഇൻറ്റു കേട്ടോ. 2 × 1 × 1/3 പ്ലസ് b² എന്ന് വെച്ചാൽ എത്ര? 1/3ൻ്റെ അല്ലേ സ്ക്വയർ. അപ്പം 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 2 × 1 2 × 1/3 പ്ലസ് 1/3 2 വട്ടം. അപ്പോൾ 1/3 × 1/3. അടുത്ത 1 പ്ലസ് അല്ലേ, 1 പ്ലസ്
2 ഇൻറ്റു 1 ഇത് വെട്ടാൻ പറ്റത്തില്ല അല്ലേ, 2ഉം 3ഉം ആയതുകൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അപ്പം 2 ഇൻറ്റു 1 2, 2/3 പ്ലസ് 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 3 9. കണ്ടോ, 1 പ്ലസ് 2/3 പ്ലസ് 1/9. കണ്ടോ, മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഡിനോമിനേറ്റർ ലാസ്റ്റ് വരുമ്പോൾ ഒരുപോലെ ആവണം, ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. ഇവിടെ നോക്കി 1 3ഉമാണ് 9ഉമാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, വലുതിലോട്ട് ചെറുതിനെ മാറ്റണം കേട്ടോ. അപ്പം എങ്ങനെ എഴുതണം, 2/3 പ്ലസ് 1/9 ആണ്. അപ്പോൾ ഈ ചെറുത് ഇതാണ്, വലുതിലോട്ട് മാറ്റുമെന്ന് വെച്ചാൽ 3ൻ്റെ കൂടെ എത്ര വെക്കണം, 3ഉം കൂടെ അല്ലേ, എങ്കിലെല്ലാം 9 ആവത്തുള്ളൂ, വലുതാവത്തുള്ളൂ. അപ്പോൾ ഇതും അവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ടിടത്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാ, 1 പ്ലസ് 2 ഇൻറ്റു 3 6/9 പ്ലസ് 1/9. ഈ 6/9 നമുക്ക് വെട്ടിക്കൂടാ കുഞ്ഞുങ്ങൾ, കാരണം 3ൻ്റെ ടേബിളിൽ വരത്തില്ലേ അല്ലേ. എന്താ, 2 3 6 3 3 9. അപ്പം എങ്ങനെ വരും, അതല്ലെങ്കിൽ ഇനി വെട്ടണ്ട അല്ലേ, കാരണം എന്താ ഡിനോമിനേറ്റർ സെയിം ആവും നിങ്ങളെ, വെട്ടണ്ട കേട്ടോ. അപ്പം എങ്ങനെ എഴുതാം, 1 6ഉം 1ഉം 7 കേട്ടോ. എങ്ങനെയാ, ഇത് വെട്ടണ്ട കാരണം ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കി, ഇനി അതുകൊണ്ട് വെട്ടി ചെറുതാക്കാം, 9 9 ആക്കി കേട്ടോ. അപ്പോൾ എന്താ, ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ 6ഉം 1ഉം 7/9. അപ്പോൾ എത്ര കിട്ടി, 1/7/9 തന്നെ കിട്ടി കണ്ടോ. ഇത് നല്ലപോലെ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇത്രയും ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങളെ ഞാൻ നല്ലതുപോലെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്പ് എഴുതിയത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ടെസ്റ്റിൽ കണ്ടില്ലോ, ഒറ്റ അടിക്ക് എഴുതി വെച്ചിരിക്കുമോ. ഇപ്പോൾ ഈ 2 വന്നു, 16 വന്നു, ഇവിടെ 16 ആയി അല്ലേ, ഇവിടെ 3 വന്നു, ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പ് എഴുതിയത് കേട്ടോ. നിങ്ങൾ തന്നെ ഇത് ഹോംവർക്കായിട്ട് ഇടണ്ടാവും. ഇപ്പോൾ 2 എത്ര 1/2 എന്ന് പറയുന്നതിനെ നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്ത് എനിക്കൊന്ന് ഇട്ട് തരണേ, എൻ്റെ ആൻസർ എത്ര കിട്ടുന്നത് കേട്ടോ. എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എക്സർസൈസ് 1 നമ്മുടെ ആ ടെസ്റ്റിൽ ഇതിനകത്തിലൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. 1.1ൻ്റെ സ്ക്വയറൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എക്സർസൈസിൻ്റെ ഒരെണ്ണം കൂടെ ചെയ്ത് അങ്ങ് നിർത്താവുന്നില്ല. പേജ് നമ്പർ 25 കേട്ടോ. പേജ് നമ്പർ 25 ചോദ്യം കണ്ടല്ലോ, ചോദ്യം കണ്ടോ. അതായത് വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. യൂസ് ദീസ് ടു ഡ്രോ സ്ക്വയർ ഓഫ് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ. അതായത് അതിൻ്റെ മലയാളം ഉണ്ട് നിങ്ങൾ ഞാൻ വായിച്ചത് മനസ്സിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏത് ഒറ്റ സംഖ്യ ഏതാ ഇരട്ട സംഖ്യ ഏതാന്നൊക്കെ അറിയാമല്ലോ. ഏത് ഒറ്റ സംഖ്യയും 2 പൂർണ്ണവർഗങ്ങളുടെ കേട്ടോ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ, പൂർണ്ണവർഗങ്ങള് അല്ലെ. പെർഫെക്റ്റ് സ്ക്വയർ ഏതാ, ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, 1 4 അല്ലേ 9 ഇതൊക്കെ അല്ലേ പെർഫെക്റ്റ് സ്ക്വയർ. പിന്നെ ഏതാ, അതായത് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങൾ കേട്ടോ. പൂർണ്ണവർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 1 4 9 16 25 എന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ. ഏത് ഒറ്റ സംഖ്യയും പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7 ചതുരശ്ര സെൻറ്റിമീറ്ററും 11 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നീ പരപ്പളവുള്ള സമചതുരങ്ങൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താ നിങ്ങളെ, 7 സെൻറ്റിമീറ്റർ ഉള്ളതും നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ, 7 സെൻറ്റിമീറ്റർ ഉള്ളതും 11 സെൻറ്റിമീറ്റർ ഉള്ളത്, അതായത് ഒരു സമചതുരം വരയ്ക്കുന്നു കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ ഇത് പറയാം, ഇത് 7 സെൻറ്റിമീറ്റർ ഉള്ള ചതുരശ്ര സെൻറ്റിമീറ്റർ കേട്ടോ. എന്താണ് ചതുരശ്ര സെൻറ്റിമീറ്റർ, സെമി അല്ലേ, സെമി അല്ലെങ്കിൽ എങ്ങനെ പറയും, 7 സ്ക്വയർ സെൻറ്റിമീറ്റർ കേട്ടോ, മലയാളം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വേറെ 2 എണ്ണം പറയുന്നുണ്ട്, 2 സ്ക്വയർ പറയുന്നുണ്ട് അല്ലേ, ഇവിടെ ഒരെണ്ണം ഇങ്ങനെ 2 എണ്ണം പറയുന്നുണ്ട്. ഒരെണ്ണം 7ഉം ഒരെണ്ണം 11 സ്ക്വയർ സെൻറ്റിമീറ്ററുമാണെന്നും പറയുന്നുണ്ട്. ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് കുഞ്ഞുങ്ങളെ ഈ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ കേട്ടോ. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. 2 നോക്കിയേ, 7 ചതുരശ്ര സെൻറ്റിമീറ്ററും എന്ന് വെച്ചാൽ 7 സ്ക്വയർ സെൻറ്റിമീറ്ററും 11 ചതുരശ്ര സെൻറ്റിമീറ്ററും പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ, ഏരിയ ഉള്ള സമചതുരങ്ങൾ നമ്മൾ വരയ്ക്കണം. അപ്പം ചതുരമാണ് നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്നത്, ഇതുപോലെ നമ്മൾ വരയ്ക്കണം. ഏരിയ എത്ര കിട്ടണമെന്നാണ് പറഞ്ഞത്, ഏരിയ എത്രയൊക്കെ കിട്ടണം കുഞ്ഞുങ്ങളെ, ഏരിയ എന്ന് പറയുന്നത് 7ഉം കിട്ടണം, പിന്നെ 1ൻ്റെ ഏരിയ 7ഉം കിട്ടണം, 1ൻ്റെ ഏരിയ 11ഉം കിട്ടണം കേട്ടോ.
മനസ്സിലായോ? സ്ക്വയർ സെൻറ്റിമീറ്റർ, മലയാളംകാർ ചതുരശ്ര സെൻറ്റിമീറ്റർ കിട്ടണം. അപ്പം നമുക്കറിയാം കുഞ്ഞുങ്ങളെ എന്താ അറിയാം, ഏരിയ ഓഫ് സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? എന്ന് വെച്ചാൽ എന്താ? വശം അല്ലേ? എന്ന് വെച്ചാൽ പരപ്പളവ് വെച്ചാൽ എന്തതിൻ്റെ സമചതുരത്തിൻ്റെ പരപ്പളവ്. മലയാളം മീഡിയക്കാരി, സമചതുരത്തിൻ്റെ പരപ്പളവ് വശം ഗുണം വശമാണെന്ന് നമുക്കറിയാം അല്ലേ? അതിൻ്റെ ഒരെണ്ണം തന്നിട്ടുണ്ട് 7ഉം ഒരെണ്ണം 11ഉം തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഒരെണ്ണം എത്ര? 7ഉം തന്നിട്ടുണ്ട്, ഒരെണ്ണം 11ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലായോ? 7ഉം 11ഉം ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന്. അതായത് 7 കിട്ടണമെങ്കിൽ നമ്മളിവിടെ 7 നമ്മൾ പഠിച്ചതിനകത്തില്ലേ 7 കിട്ടത്തക്കതായിട്ട് നമ്മൾ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? 7 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഇതിൻ്റെ വശം കിട്ടണമെങ്കിൽ, അതായത് നമ്മളൊരു മട്ടത്രികോണം വരയ്ക്കുമ്പോൾ, മട്ടത്രികോണം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാ പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ മട്ടത്രികോണം വരയ്ക്കാനൊക്കെ പഠിച്ചതാണ് ഇല്ലേ? ഇതാണ് മട്ടത്രികോണം. അപ്പോൾ അതിൻ്റെ 2 വശങ്ങൾ നമുക്കറിയാം. മനസ്സിലായോ? 2 വശങ്ങൾ നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? 2 വശം നമുക്ക് അറിയണം. എങ്ങനെ ചെയ്യുമെന്നാണ് നോക്കിക്കേ. നമുക്ക് ഫസ്റ്റ് ഇപ്പം നമ്മൾ പറയാം 1ൻ്റെ സ്ക്വയർ മൈനസ് 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 0ൻ്റെ സ്ക്വയർ 0 ആണെങ്കിൽ 1 - 0 1 കിട്ടുന്നത്. നമുക്ക് എത്ര വരണം? 7 കിട്ടണം. 7 കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് എടുത്ത്. ഇപ്പം 2ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4, 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1. അപ്പം നമുക്ക് 3 കിട്ടത്തുള്ളൂ. നമുക്ക് 7 വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം 4ൻ്റെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ? 16 അല്ലേ? 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അല്ലേ? 16 4 പോലെ എത്ര? 4ൻ്റെ സ്ക്വയർ എത്ര? 16. 2ൻ്റെ സ്ക്വയർ 4. 16 4 പോയാൽ 12 കിട്ടുന്നത് ഇല്ലയോ? മനസ്സിലായോ? 12 കിട്ടി. അങ്ങനെ ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ ആണെങ്കിലോ? 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9. 16 9 പോലെ എത്ര? 7 കിട്ടി. കണ്ടോ? നമുക്ക് 7 കിട്ടണം. ഈ 7 കിട്ടാൻ നമ്മൾ ഈ മട്ടത്രികോണം വരയ്ക്കുമ്പോൾ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ, നമ്മൾക്ക് വരയ്ക്കാനുള്ളത് ഏതാ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പരപ്പളവുള്ള സമചതുരങ്ങൾ നമ്മൾ വരയ്ക്കാനാണ്. അപ്പം നമുക്ക് എന്താ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഇത് കേട്ടോ. എങ്ങനെ ഈ 7 നമുക്ക് കിട്ടണം. സൈഡ് ഇൻറ്റു സൈഡ് ആണ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. സമചതുരം വരയ്ക്കാനാണ്. പരപ്പളവ് 7 വരണം. അപ്പം 7 വരണമെന്നുണ്ടെങ്കിൽ ഏത് വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടുമെന്നാണ്. 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 3ൻ്റെ സ്ക്വയർ കുറച്ചാൽ നമുക്ക് 7 കിട്ടും കേട്ടോ. മനസ്സിലാക്കണേ? 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 7 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4ൻ്റെ സ്ക്വയറിൽ നിന്നും 3ൻ്റെ സ്ക്വയർ കുറച്ച് കാണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? വരച്ചത് കാണിക്കണം കേട്ടോ. വരച്ച് കാണിക്കണം. നമുക്കിവിടെ വരച്ച് കാണിക്കാം. അതായത് നമ്മൾ ഇത് ചെയ്തില്ലേ കുഞ്ഞുങ്ങളെ? ഇത് ചെയ്തപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന നമുക്കിപ്പം ചെറിയ വശം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡാണ്. ഈ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടിന്യൂസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. അപ്പം ചെറിയ 2 വശങ്ങൾ, ഇത് വലുതാണല്ലോ. ചെറിയ 2 വശങ്ങൾ എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് വലിയ വശമായിരിക്കും എപ്പോഴും. വലിയ വശം ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 4 പറയുന്നത് ഹൈപ്പോട്ടിന്യൂസും 3 പറയുന്നതിനെ നമ്മൾ ബേസുമായിട്ട് എടുത്താൽ ആൾട്ടിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്കില്ലാത്തത്. മനസ്സിലായോ? മനസ്സിലാക്കണേ. ചെറിയ വശം ബേസ്, അതിനെ നമ്മൾ 3, അതായത് 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ കേട്ടോ. ഈ വലുത് 4 അല്ലേ? അപ്പോൾ അത് ഹൈപ്പോട്ടിന്യൂസ്, ചെറുത് 3 കേട്ടോ. 3ൻ്റെ സ്ക്വയർ. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമ്മുടെ ചോദ്യം ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 7. ഈ 7 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണെന്ന് നോക്കണം. ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുന്നത് അല്ലേ? ഡിഫറൻസ് ആണ് ഈ 7 വരുന്നതെന്ന് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് വേണം ചെയ്യാൻ.
നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് കഴിയുമ്പോൾ ചെറിയ വശത്തിനെ നമ്മളവിടെ ബേസായിട്ട് എടുത്തു, വലിയ വശം അല്ലേ, വലിയ വശമാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്, അത് 4 കൊടുത്തു. കാരണം എന്താ, 4² - 3². അപ്പം നമുക്ക് എന്താ, ആൾട്ടിറ്റ്യൂഡാണ് ഇവിടെ അല്ലേ, ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കണേ, എന്താ കണ്ടുപിടിക്കേണ്ടത്, ലംബം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയത് വെച്ചിട്ട് എന്താ 4² - 3² കിട്ടി. അപ്പം നമുക്ക് എന്താണ് ഇനി കണ്ടുപിടിക്കേണ്ടത്, ആൾട്ടിറ്റ്യൂഡ് അല്ലേ. ആൾട്ടിറ്റ്യൂഡ് കാണാൻ നമ്മൾ എന്തോ ചെയ്യണം, അതായത് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ നമ്മൾ മുമ്പ് പൈതഗോറസ് തിയറം അനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതാ, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പൈതഗോറസ് തിയറം അനുസരിച്ച് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്, അതായത് കർണത്തിൽ നിന്നും പാദം അങ്ങ് കുറയ്ക്കുകയാണ്. കർണം ഇവിടെ എത്ര, നിങ്ങളിവിടെ 4 അല്ലേ, 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ, ബേസ് 3 അല്ലേ, 3 4 × 16 - 3 9 = 7 അല്ലേ, 7 കിട്ടി. A² എന്ന് പറയുന്നത് 7 ആണെങ്കിൽ A എന്ന് പറയുന്നത് എന്താ, √7 ആയിരിക്കും. കണ്ടോ, 7 എന്ന് പറയുന്നത് A² എന്ന് പറയുന്നത് 7 ആണെങ്കിൽ A എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയർ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടായിട്ട് മാറും. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സ്ക്വയർ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ അത് √7 ആയിട്ട് മാറി. മനസ്സിലായോ? ഇനി നമ്മളത് വരച്ച് കാണിക്കണം. വരച്ച് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിന്ദി നോട്ടൊക്കെ ഇരിക്കും ഇല്ലയോ. ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ, സ്കെയിലും പെൻസിലും എടുക്കുക. സ്കെയിലും പെൻസിലും എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് നമുക്ക് ബേസ് നമ്മളിവിടെ എത്ര പറഞ്ഞത്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിലിൽ 0 to 3 കണ്ടോ, 3. ഇനി എന്താ, ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഹൈപ്പോട്ടന്യൂസ് നമ്മളെങ്ങനെ എടുക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് 4 ഈ 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മൾ എങ്ങോട്ട് വരയ്ക്കും, അറിയില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ കോമ്പസ് എടുത്തിട്ട് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കണം. നമ്മുടെ 0 to 4 സെൻറ്റിമീറ്റർ എടുക്കുക. 4 കണ്ടോ, 0 to 4 കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കണേ, ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക കണ്ടോ. എന്നിട്ട് അതിൻ്റെ നേരെ അങ്ങോട്ടങ്ങ് വരയ്ക്കുക. എത്ര സെൻറ്റിമീറ്ററാ, 4 അല്ലേ, 4 ആകുമ്പോൾ എന്നിട്ട് വെച്ച് നോക്കണം ആ പോയിന്റിലോട്ട്. കണ്ട് ഇവിടെ കണ്ടോ 4 വരുന്ന കണ്ടോ, ആർക്ക് വെച്ച് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ, അല്ലാതെ എങ്ങോട്ടെങ്കിലും അങ്ങ് വരച്ച് വെക്കരുത്. 4. എന്നിട്ട് ഇത് രണ്ടും കൂടി വന്ന് ഇത് ഇങ്ങനെ നോക്കണം, ഇത് രണ്ടും കൂടി കണ്ടോ 4, ഇത് 3 ഇത് 4 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി വന്ന് യോജിക്കണം. ഇത് എത്ര ഉണ്ട്, 0 to 3, ഇത് എത്ര ഉണ്ട്, 4. എന്നിട്ട് ഇത് രണ്ടും കൂടി യോജിപ്പിക്കണമല്ലോ, ഇത് ആർക്കിലോട്ട് രണ്ടും കൂടെ വന്ന് മുട്ടിയെടുത്തോട്ട് ഇതിങ്ങനെ യോജിപ്പിക്കണം. കണ്ടോ, യോജിപ്പിക്കണം. അപ്പം ഈ കിട്ടിയതാണ് √7 എന്ന് പറയുന്നത്. ഇത് നമുക്ക് കിട്ടിയായിരുന്നു എത്ര, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, അത് √7. ഇനി ആ കിട്ടിയുണ്ടല്ലോ, അവിടെ ഒരു √7 കിട്ടിയല്ലോ, ആ √7ൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് വെച്ചിട്ട് അളന്നെടുക്കണം. √7 എന്ന് പറയുന്നത് എൻ്റെ ഇവിടുന്ന് √7 കറക്റ്റാണ്ട് ഇത് എടുക്കണം. കണ്ടോ, ഇവിടെ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 4 വശം ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടൊരെണ്ണം, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടൊരെണ്ണം കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ യോജിപ്പിക്കണം. ഈ ആർക്കിൻ്റെ അവിടോട്ട് നേരെ വെച്ചിട്ട് തന്നെ ഇത് എടുക്കണം കേട്ടോ. ഇതിന് നേരെ ഇങ്ങനെ എടുത്തിട്ട് ഈ ആർക്ക് 7 സെൻറ്റിമീറ്ററിലായിരുന്നു ഇത്, ഈ √7, ആ √7 ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരെണ്ണം കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ ജോയിൻ ചെയ്യണം, ഇവിടെ. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം കണ്ടോ. അപ്പം നമുക്ക് ഇവിടെ √7, ഇവിടെയും √7, ഇവിടെയും √7 കേട്ടോ. അപ്പോൾ √7 ഇത്രയേ ഉള്ളൂ. നിങ്ങളെ മനസ്സിലാക്കുക, ബേസ് 3, ഇത് ഹൈപ്പോട്ടന്യൂസ് 4, ആൾട്ടിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിച്ചത് √7. ഈ √7 ഈ കോമ്പസ് വെച്ചിട്ട് എടുത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടുന്ന് നേരെ ഈ ആർക്കിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇവിടെ യോജിപ്പിക്കുക. അപ്പോൾ 4 കോർണറും നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചേണ്ടേ കണ്ടോ,
ഇവിടെ വരിക. കണ്ടോ, എങ്ങനെ ആയാലും നമുക്ക് √7 വരും. ഇതാണ് √7. ഇനി ഇതിൻ്റെ തന്നെ √11 പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് ഇത്രയും മതി കേട്ടോ. ഒത്തിരി ആയി കേട്ടോ. ഓക്കെ, നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയണേ. ഓക്കെ, താങ്ക് യു.